കുട്ടികളുടെ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. നമുക്ക് ഒരു ഫീമെയിലും 3 മെയിലും ആണ് കിട്ടിയേക്കുന്നത്. ഇതിൽ 2 മെയിൽ പപ്പീസിനെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഒരാൾ ബുക്ക്ഡ് ആണ്, മറ്റൊരാൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ദയവേത് ആരും വെറുതെ പപ്പി തരുമോ എന്ന് ചോദിക്കല്ലേ. നമുക്കിപ്പോ ഒരു പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമ്മൾ ക്യാഷ് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെ സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് കൊടുക്കില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവർക്ക് നമ്മുടെ പപ്പിനെ കൊണ്ടുപോയി നന്നായി നോക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കൂടെ കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. പപ്പിയുടെ കാര്യം ചോദിച്ച് മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും തന്നെ ഞാൻ ഈ കാര്യം പറയാറുണ്ട്. കാരണം അവരുടെ സേഫ്റ്റിയും കൂടി നമുക്ക് നോക്കണമല്ലോ. അവര് ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ബ്രൂണോനെ ആണെങ്കിലും ജൂലിനെ ആണെങ്കിലും ഞങ്ങൾ കൂട്ടിലിട്ട് അങ്ങനെ വളർത്തിയിട്ടേ ഇല്ല. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ കണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അവർ രണ്ടുപേരും വളർന്നത്. അപ്പോൾ അതേപോലെയുള്ളൊരു ഫാമിലിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ജൂലി ആണെങ്കിൽ കുട്ടികളെ മടി വെച്ചത് കണ്ട് അസൂയ കയറിയിട്ട് ആളെ തരത്തില്ല. അവളും കൂടി വന്ന് എന്റെ മടിയിലിരുന്നു. അവൾ എന്റെ മടിയിൽ തന്നെയായിരുന്നു. അപ്പൊ ജൂലിയും കുട്ടികളും എല്ലാം എന്റെ മടിയിലായിരുന്നു. അത് കണ്ടിട്ട് ബ്രൂണോക്ക് ചെറിയ അസൂയൊക്കെ വന്നായിരുന്നു. എന്നാലും സാരില്ല. ജൂലി ഇടക്കിടക്കല്ലേ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിരിക്കാം. ജൂലിയുടെ ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നും ജൂലിയുടെ ഏറ്റവും കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് എന്റെ മടിയിലാണ്. അതുപോലെ കോൺഫിഡന്റും കംഫർട്ടും ആയിട്ടായിരുന്നു ജൂലി എന്റെ മടിയിലിരുന്നത്. ഇതാ പഞ്ഞിക്കെട്ട് പോലെ ഒരാൾ എന്റെ കയ്യിലിരിക്കുന്നുണ്ടോ. എന്റെ ദൈവമേ, എനിക്കിങ്ങനെ കടിച്ചു തിന്നാൻ തോന്നി. അതുപോലെ ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇവരെ എല്ലാം കണ്ണു വെച്ച്